ഒഴുകുന്ന ഒരു നദി പോലെയാണ് ജീവിതം. എന്താണ്? ഒഴുകുന്ന ഒരു പുഴ പോലെയാണ്. അപ്പം ജീവിതത്തിൽ നദിയിലാണെങ്കിൽ എങ്ങനെയാ? ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുള്ളൂ? ആ ജീവൻ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. ഒഴുക്കിനനുസരിച്ച് നീന്തിയാൽ മാത്രമേ എന്ത് കഴിയുള്ളൂ? ആ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതവും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു എക്സിസ്റ്റൻസ് സാധ്യമാകണമെങ്കിൽ, ജീവിതത്തിൻ്റെ ദിശയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നീങ്ങണം. ജീവിതത്തിൽ ദിശയ്ക്കനുസരിച്ച് നീങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ജീവിതത്തിൽ നല്ലൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ, ജീവിതത്തെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയില്ല. കാരണം ജീവിതം നാളെ എങ്ങനെ ആകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയില്ല. കാരണം നമുക്കറിയാം, തൊട്ടടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്താണ് എന്നറിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജീവിതം. ജീവിതത്തിൻ്റെ ഡെഫിനേഷൻ അതാണ് കേട്ടോ. ജീവിതത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്താണ് എന്നറിയാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജീവിതം. നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അത് കഴിഞ്ഞതാണ്, അതൊരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കില്ല. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾക്കറിയില്ല എങ്ങനെയൊക്കെയുള്ളതാണ്, എങ്ങനെയൊക്കെയാണ്, തൊട്ടടുത്ത നിമിഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ജീവിതത്തെ നേരിടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല മനക്കരുത്തുണ്ടായിരിക്കണം, നല്ല മനസ്സിന് നല്ല ശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ക്ഷമയോടുകൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജീവിതത്തെ സമീപിക്കുവാൻ പാടുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ക്ഷമയോടുകൂടി മാത്രമേ ജീവിതത്തെ സമീപിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരിക്കൽ പോലും ആ അക്ഷമയോടെ ജീവിതത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്താണ്? ആ ഒരു ഊരാക്കുടുക്കായി മാറുമെന്നാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ക്ഷമയോടുകൂടി ജീവിതത്തെ നേരിടുക. നമ്മുടെ മനസ്സിന് എപ്പോഴും നല്ല ശക്തി ഉണ്ടായിരിക്കണം കേട്ടോ. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ നേരിടാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നല്ല സജ്ജമാക്കണം. മനസ്സിനെ എന്ത് ചെയ്യുക? സജ്ജമാക്കുക. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ മനസ്സിന് ജീവിതത്തെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയായാലും അതിനെ നേരിടാനുള്ളൊരു കരുത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ദേഷ്യത്തോടുകൂടി ഒരിക്കലും, കോപത്തോടുകൂടി ഒരിക്കലും ജീവിതത്തെ സമീപിക്കരുത്. ജീവിതത്തിൻ്റെ പരാജയത്തിന് ഉള്ള ഏറ്റവും ഒന്നാണ് ദേഷ്യം കേട്ടോ. ദേഷ്യം എന്ത് ചെയ്യുന്നു? ആ ജീവിതത്തിൽ പരാജയങ്ങൾ സൃഷ്ടിക്കുന്നു. ദേഷ്യം ജീവിതത്തിൽ പരാജയങ്ങൾ സൃഷ്ടിക്കുന്നു. ക്ഷമയോ ജീവിതത്തിൽ വിജയങ്ങൾ സൃഷ്ടിക്കുന്നു. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് ഏത് മേഖലയിലായാലും നമുക്ക് മനസ്സിലാവും. നമുക്ക് ദേഷ്യത്തോടുകൂടി നമ്മൾ ഒരു കാര്യത്തെ സമീപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ പരാജയപ്പെട്ടു പോകും. ഏത് കാര്യങ്ങളും ക്ഷമയോടെ വേണം നമ്മൾ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാകുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ആ നല്ല കാര്യങ്ങൾക്കായിരിക്കണം ജീവിതത്തിൽ മുൻതൂക്കം നൽകേണ്ടത്. ജീവിതത്തിൽ നന്മയ്ക്ക് ജീവിതത്തിൽ മുൻതൂക്കം നൽകുക. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. സത്യസന്ധമായിട്ട് വേണം പ്രവർത്തിക്കാൻ. നന്മയ്ക്ക് മുൻതൂക്കം നൽകുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. മറ്റൊരാൾക്ക് അപകടമുണ്ടാകുന്ന ഒരു കള്ളങ്ങളും പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ്, കള്ളങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മനുഷ്യരാണ്, അല്പസ്വല്പം കള്ളങ്ങളൊക്കെ മനുഷ്യർ പറയാറുണ്ട്. മറ്റൊരാൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു കള്ളങ്ങളും പറയാൻ പാടില്ല. കള്ളം പറയാൻ പാടില്ല, അത് വേറെ കാര്യം. കള്ളം പറയാൻ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയില്ല. കള്ളം പറയരുത്, കള്ളം പ്രവർത്തിക്കരുത്. സത്യമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാവൂ. എങ്കിലും മനുഷ്യനാണ്, ചിലപ്പം അല്പസ്വല്പം കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, എവിടെ പോകുന്നു? നിങ്ങൾ ശാസ്താംകോട്ടയിൽ പോവുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഓർക്കാതെ പറഞ്ഞു, കടമ്പനാട്ട് പോവുക എന്ന് പറഞ്ഞു. അത് ആ പറയുന്ന കള്ളം ഒരു തെറ്റല്ല കേട്ടോ. കള്ളം പറയാൻ പാടില്ല, അത് വേറെ കാര്യം കേട്ടോ. കള്ളം പറയാനേ പാടില്ല. അപ്പം നിങ്ങൾ ഓർക്കാതെ എന്ന് പറഞ്ഞാൽ കടമ്പനാട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെയുള്ള കള്ളങ്ങൾ എന്തില്ല, മറ്റൊരാൾക്ക് അപകടമാകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കള്ളങ്ങൾ തെറ്റല്ല. എങ്കിലും വീണ്ടും പറയുകയാണ്, കള്ളങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ.
ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയം കാണും.